ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരമൽ പോപ്കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അറിയാത്തവർക്കായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം, എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഒന്ന് കരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അളവിലേക്ക് 1 കപ്പ് പഞ്ചസാര വേണം. ഒന്ന് മെൽറ്റായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാം. കരിഞ്ഞു പോകാതിരിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല, ബട്ടർ തന്നെ ഉപയോഗിക്കണം. ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് കഴിയുമ്പോൾ ഇതൊന്ന് പതഞ്ഞിട്ട് നല്ലൊരു ക്രീമി ആയിട്ട് വരും. ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇപ്പോഴും ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പോപ്കോൺ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ട് ഈ കാരമൽ കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വെക്കണ്ട, വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ ആ ചൂട് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ആ ചൂട് വരും. അതുകൊണ്ട് ഒന്ന് ചൂട് പോകാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്, കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇളകി വരും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അത്രയും നല്ല ടേസ്റ്റിലാണ്. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു.